ഇന്നുണ്ടല്ലോ അതിസാഹസികമായ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വരണോ പോകണമെന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ആ ടെൻഷനിലേ. അതിൻ്റെ ഇടയിൽ വരുന്ന വഴിക്ക് ഒരു അവിൽ മിൽക്ക് കട കണ്ട. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് അവിൽ മിൽക്ക് കുടിക്കണം എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ പിന്നെ ഷുഗർ കട്ടാണേ, അതുകൊണ്ട് ഞാൻ അത് അവർ കുടിക്കണമെന്ന് നോക്കിയിട്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തി. ഇതാണ് കേസ്. അങ്ങനെ ഞങ്ങളും തീരുമാനിച്ച് ഹെൽത്തി ആവാൻ. അങ്ങനെ നമ്മൾ എല്ലാ 2-3 സ്ഥലത്ത് പോയതിനു ശേഷമാണ് ഈ ഒരു ഫിറ്റ്നസ് സെൻ്ററിൽ എത്തുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റെതാണെങ്കിൽ വെയിറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. എങ്ങനെയാണ് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ തീറ്റി തന്നെയല്ലേ. തിന്ന് മനുഷ്യനൊരു കോലായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഹായ് ഇത് ഏതാ സ്ഥലം, ഇതൊക്കെ എന്താ അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ മൂപ്പർക്കാണെങ്കിൽ എല്ലാം അറിയാമെന്നുള്ള ഭാഗത്തിന് മുന്നേ പോയിട്ട് എല്ലാ എക്യുപ്മെൻസിനൊക്കെ നോക്കുകയാണ്. പിന്നെ മിററൊക്കെ എനിക്കിഷ്ടമായി. ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. അതിലുണ്ടല്ലോ അടുത്ത ട്രെയിനർ പറയുകയാണ് ഒരു ദിവസമുള്ള ആഴ്ചയിൽ ലീവ് എടുക്കാൻ പറ്റുക, പിന്നെ മൂപ്പര് തന്നെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന്. അതെനിക്ക് തീരെ പറ്റിയില്ല. എന്താ അപ്പോൾ ഇത് കഥ, എല്ലാ ദിവസവും ഇപ്പോൾ പോകാൻ പറ്റുമോ, ലീവ് എടുക്കേണ്ടതെന്ന് എന്താ കേട്ടോ. അങ്ങനെയൊക്കെ ആ മൂപ്പര് പറഞ്ഞൊക്കെ കേട്ട് ആകെ വിഷമിച്ച് സങ്കടമായി പോയി. എന്നാൽ പിന്നെ വിഷമവും സങ്കടം വന്നാൽ നമ്മളെന്ത് ചെയ്യും, ഫുഡ് അടിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിച്ചിട്ട് ആ വിഷമം കൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ച്. ഈ ജിമ്മിലെങ്ങാനാണ് വരുന്നെങ്കിൽ ജിമ്മിൻ്റെ പൈസയും പോകും, ഈ ഹോട്ടലിലും ബാക്കി പൈസയും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇക്വിലിബ്രി അറ്റൻഡ് ചെയ്യാന്നല്ലാണ്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലും നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു പ്ലേറ്റ് ഷവർമയും പറഞ്ഞു, ഒരു 2 റോളും പറഞ്ഞു. ഒരു നേരത്തെ അവിൽ മിൽക്ക് കുടിച്ചതാണ്, ഞാൻ ഒന്നും നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് 2 ലൈമും പറഞ്ഞു. ഞാൻ അപ്പോഴും ഷുഗർ കട്ടല്ലേ, ഞാൻ വെള്ളം മാത്രം കുടിച്ചു, ഒന്നും കഴിച്ചില്ല. അങ്ങനെ എന്തായാലും മയോ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ആക്രാന്തം അങ്ങനെ കൂട്ടുക. ആദ്യമാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ തിന്നുക, ഞാൻ അത് തുറന്നോട്ടെ അങ്ങനത്തെ ഒക്കെ സാധനമാണ് ആദ്യം ഭയങ്കര സ്റ്റാൻഡേർഡ് ആവാനൊക്കെ നോക്കിയതാണ്, നടന്നില്ല. അവസാനം പേപ്പർ തുറന്ന് തിന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ റൂമിൽ പോയി. ബാക്കി വിശേഷം നാളെ. അപ്പോൾ അത്രയേ ഉള്ളൂ.